കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറൊക്കെ എടുക്കും ഇവിടുന്ന് അവിടം വരെ എത്താൻ. അപ്പോൾ ഇങ്ങനെ സൈഡിലെ വ്യൂസൊക്കെ നല്ല മനോഹരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആറന്മുള അമ്പലവുമായി ബന്ധപ്പെട്ട ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അവിടെ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് അവിടെയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴഞ്ചേരി വഴിയാണ് പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. കടകളെല്ലാം അടച്ചിട്ടിരിക്കുക. സൺഡേ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഇതൊന്നുമില്ല. അതുകൊണ്ട് നല്ല സുഖമായി പോകാൻ പറ്റി. സാമാന്യ തിരക്കുള്ള ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. വള്ളംകളി സദ്യ ഇവിടുത്തെ പ്രസിദ്ധമാണ്. പലരും വഴിപാടായിട്ട് വള്ളസദ്യ നേർച്ച നേരാറുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കാണ്. വള്ളസദ്യയൊക്കെ കഴിക്കണമെങ്കിൽ ഒത്തിരി ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. ഇതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഇതിലോട്ട് കയറി കുറച്ചധികം കുറേ ആൾക്കാരുണ്ട് അവിടെ വന്നിപ്പുണ്ട്. ചോറൂണും തുലാഭാരമൊക്കെ ആയിട്ട് തുലാഭാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും നേർച്ച പറയുന്നതാണ്. അത് അവർ വന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു വഴിപാടാണ്. എന്തോ മുടി കിളിക്കാനൊക്കെ ആണെന്ന് തോന്നുന്നു. മുടി കിളിക്കേണ്ടവർക്ക് ഈ മഞ്ചാടിക്കുരു കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഓരോ പാത്രത്തിൽ മേടിച്ച് അവിടെ വിതറും. അങ്ങനെ ഒരു നേർച്ചയുണ്ട്.
പാത്രങ്ങളിൽ നിറച്ച് മഞ്ചാടിക്കുരുവാണ്. അത് ഈ കൊടിമരത്തിൻ്റെ ചോട്ടിലിങ്ങനെ മേടിച്ചിട്ട് ഭക്തർ വിതറും. അപ്പം അങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. അവിടുത്തെ വള്ളംകളി ആറിൻ്റെ അവിടോട്ട് കുറേ പടികൾ ഇറങ്ങി വേണം പോകാൻ. അവിടെ കുറേ പിള്ളേരൊക്കെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല മനോഹരമാണ്. അവിടെ നിന്ന് വ്യൂസൊക്കെ നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളാണ്. നിറച്ച് തെങ്ങും മരങ്ങളും എല്ലാം ഇടതിങ്ങി ആറിൻ്റെ അങ്ങേ സൈഡ് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ പടികൾ ഇറങ്ങിയും കയറിയാണ്. കുറേ പേര് ആ പടികളിലൊക്കെ ഇരിപ്പുണ്ട്. പടികൾ കയറി തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്.